ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ 30-ാം തീയതി സെപ്റ്റംബറിൽ എങ്ങനെയായിരുന്നു ഡെലിവറി ടേൺ ഓവർ എന്ന് നോക്കാം. ഡെലിവറി ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് റീറ്റെയിൻഡ് ലിക്വിഡിറ്റിയാണ്. ഒപ്റ്റിമിസം മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൂടുതൽ പണം മാർക്കറ്റിൽ ഡംപ് ചെയ്ത് അടുത്ത ദിവസങ്ങളിലേക്ക് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അത് ചാർട്ടുകൾ നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും. ഇന്ന് വീണ്ടും ഒരു ഡൾ ഡേ ആയിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഡെലിവറിയിൽ കാര്യമായിട്ട് ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ നിഫ്റ്റി ഐ.ടിയിലെ മീഡിയയിലും ഫാർമ ഇൻഡസ്ട്രീസിലും മാത്രമേ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു റീറ്റെയിൻ ലിക്വിഡിറ്റി ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം 13 മാസത്തെ ആവറേജുമായിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 16% കുറവായിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 ആണെങ്കിലും 36% കുറവായിരുന്നു. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 55% ഡെലിവറി ടേൺ ഓവർ കുറവായിരുന്നു. ഈ ഓരോ ഇൻഡെക്സിലും ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇൻഡെക്സിലുള്ള പാർട്ടിസിപ്പൻസിന്റെ ഡെലിവറി ക്വാണ്ടിറ്റിയെ ആവറേജ് പ്രൈസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എടുക്കുന്ന വാല്യൂ ആണ്. അത് എന്റെ ഒരു 13 മാസമായിട്ടുള്ള ഒരു കമ്പാരിസണുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെലിവറി പെർസെന്റേജും ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 24 ഇൻഡൈസസിന്റെ ഡാറ്റയും 14 ചാർട്ടിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരച്ച അതേ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ വീണ്ടും താഴോട്ട് വരികയാണ് ഉണ്ടായത്. ഓപ്പണിങ്ങിനെക്കാട്ടിലും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്, 25 പോയിന്റ്. എന്നാൽ 16% ഡെലിവറി ടേൺ ഓവർ കുറവായിരുന്നു ആവറേജുമായിട്ട് കമ്പയർ ചെയ്ത്. ചെറിയ ഡെലിവറി പെർസെന്റേജ് ഇംപ്രൂവ്മെന്റ് കാണാനുണ്ട് നിഫ്റ്റി 50യുടെ കൗണ്ടറിൽ. അതേപോലെ സെൻസെക്സിലാണെന്നുണ്ടെങ്കിലും 21% ഡെലിവറി ടേൺ ഓവർ കുറവായിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായില്ല. ഒരു 94 പോയിന്റ് മാത്രമാണ് മുകളിലോട്ട് കയറി വന്നത്. കഴിഞ്ഞ ദിവസത്തെ ഡെലിവറി ടേൺ ഓവറായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഇംപ്രൂവ്മെന്റ് നിഫ്റ്റിയിലും സെൻസെക്സിലും കാണാനുണ്ട്. അതേപോലെ തന്നെ ഡെലിവറി പെർസെന്റേജിൽ കുറച്ച് ഭേദപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ താഴോട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് കയറുകയാണ് ഉണ്ടായത്. അവിടെയും ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഡെലിവറി ടേൺ ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഡൾ ഡേറ്റയാണ് നമ്മൾ ഇവിടെ ആവറേജുമായിട്ട് കാണുന്നത്. ഇത് ഫെയ്ഡ് ആയിട്ടുള്ളത് ടേൺ ഓവറും ഗ്രീനിലുള്ളത് ഡെലിവറി ടേൺ ഓവറും അതുപോലെ തന്നെ ഇത് 13 മാസത്തിന്റെ ആവറേജും. 13 മാസത്തിന്റെ കാൽക്കുലേഷൻ മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതേ പീരീഡിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം ഡാറ്റ എന്ന് ഒന്ന് അറ്റ് എ ഗ്ലാൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ ഒരു ഭാഗം കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. PSU ബാങ്ക്സിൽ ഇന്നും വളരെ ഡൾ ഡാറ്റ ആയിരുന്നു. 64% പണം കുറവാണ് ഡെലിവറിയിൽ നടന്നത്. അത് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബാങ്കിലാണെന്നുണ്ടെങ്കിലും ഇന്ന് ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു ഡെലിവറി ടേൺ ഓവറിൽ. താഴോട്ട് വന്ന് സപ്പോർട്ടിനടുത്ത് എത്തി തിരിച്ച് കയറിപ്പോയതായിട്ടാണ് ചാർട്ട് കാണിക്കുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെക്കാളും ഡെലിവറി നല്ലതായിരുന്നു. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. അത് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിനുവേണ്ട സ്ട്രെങ്ത് മാർക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഡെലിവറിയിൽ നടക്കുന്നുള്ളതായിട്ട് തോന്നുന്നില്ല. ലിക്വിഡിറ്റി ഉള്ളതായിട്ട് കാണുന്നില്ല. അതേപോലെ മിഡ് ക്യാപ്പ് 100-ലാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡാറ്റ ഡള്ളാണ്. 18% ഡെലിവറി ടേൺ ഓവർ കുറവായിരുന്നു ഇന്നത്തെ. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം നെഗറ്റീവായി ഡെലിവറി ടേൺ ഓവർ കമ്പാരിറ്റീവ്ലി. എങ്കിൽ തന്നെയും ഇവിടെ ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉള്ളതായിട്ടാണ് ചാർട്ട് സൂചിപ്പിക്കുന്നത്. ഡെലിവറി പെർസെന്റേജിലും വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. FMCG കൗണ്ടറിലാണെന്നുണ്ടെങ്കിൽ നല്ല ആ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസം വരച്ചൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കി താഴെയാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് തിരിച്ചു കയറുകയാണ് ഉണ്ടായത്. 25% കുറവാണ് ഡെലിവറിയിൽ വരുന്ന എമൗണ്ട് 13 മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഫാർമ ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം വരച്ച ആ സ്ട്രോങ് റെസിസ്റ്റൻസിന് ഒന്ന് ടച്ച് ചെയ്ത്, പക്ഷെ അത് ബ്രേക്ക് ചെയ്യാനായില്ല. എങ്കിലും ഭേദപ്പെട്ട ഡെലിവറി ഉണ്ട്. 22% കൂടുതലാണ് ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഫാർമയില് പോസ്റ്റ് കോവിഡ് ഡാറ്റ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ കാര്യമായിട്ട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറെ പണം ഫാർമ ഇൻഡെക്സിലോട്ട് വരുന്നുണ്ട്. അതിന്റേതായ ഇംപ്രൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 6400 ഡബിൾ ആയി ഇൻഡെക്സ് ഓൾമോസ്റ്റ്. ഓട്ടോ ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് 11% ഡെലിവറി ടേൺ ഓവർ കുറവാണ് വന്നത്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവിടെ കുറച്ച് പണം വന്നിട്ടുള്ളത് നമുക്ക് കാണാം. ഇന്ന് ആണെങ്കിലും ഡെലിവറി പെർസെന്റേജിൽ ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. IT ഇൻഡെക്സിൽ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്, ഇത് നല്ല ഓൾ ടൈം ഹൈ ആകാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. റെസിസ്റ്റൻസ് വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചു വന്നു. എങ്കിലും ഡെലിവറി പെർസെന്റേജിലാണെങ്കിലും നല്ലതാണ്. ഡെലിവറി ടേൺ ഓവറിലാണെങ്കിലും നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതിലുള്ള പല കൗണ്ടറുകളും സെക്കൻഡ് ലൈൻ
ഇൻഡെക്സിൽ ലിസ്റ്റഡ് അല്ലാത്ത IT ഫീൽഡിലുള്ള പല കമ്പനികളിലും നല്ല ഉയർച്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പെർസിസ്റ്റന്റ്, എംഫാസിസ്, സിഗ്നിറ്റി ടെക് അതുപോലുള്ള കുറെ കമ്പനികളിൽ. മീഡിയ ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ അത് സോസോ അങ്ങനെയേ ഉള്ളൂ, 21% ഉണ്ട്. പക്ഷെ സാധാരണ ഇത് അങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. മെറ്റൽ ഇൻഡെക്സ് ആണ് അടുത്തത്. 34% എമൗണ്ട് കുറവാണ് വന്നത്. അത് സപ്പോർട്ടിലാണെന്നുള്ള ഒരു ഇതാ ഉള്ളൂ. എങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഒരു ലോ എനിക്ക് താഴോട്ട് പോയി എന്നുള്ള ഒരു വറിയും കൂടെ ഉണ്ട്. പണം വരുന്നത് കാര്യമായിട്ടില്ല, ഡെലിവറി പെർസെന്റേജും കുറവാണ്. പിന്നെ 100 കോടിയിലധികം പണം വന്ന ഡെലിവറിയിൽ വന്ന ഷെയറുകളുടെ എണ്ണത്തിൽ ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെയൊക്കെ തന്നെ ഇൻഫോസിസിലാണെങ്കിൽ 55% ഡെലിവറി പെർസെന്റേജ് ഉണ്ടായിരുന്നു. ഭാരതി എയർടെല്, HDFCയിൽ 40 കോടി രൂപ കുറവാണ് ആവറേജുമായിട്ട്. എങ്കിൽ തന്നെ ഇന്ന് ഡെലിവറി പെർസെന്റേജിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. TCSൽ നിന്ന് ഡെലിവറി പെർസെന്റേജിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ടേൺ ഓവറിലും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. HCL ടെക് നന്നായിട്ട് വളർന്നു വരുന്ന ഒരു IT കമ്പനിയാണ്. അതിൽ പലപ്പോഴും നല്ല ഡെലിവറി പെർസെന്റേജ് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴാണ് കുറവ്. പക്ഷെ ഇന്ന് കമ്പാരിറ്റീവ്ലി നല്ലൊരു ഡെലിവറി പെർസെന്റേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. അദാനി ഗ്രീനിലാണെങ്കിൽ ഇന്ന് 56% ഡെലിവറി ഉണ്ടായിരുന്നു. 23 കോടിക്ക് പകരം 140 കോടി രൂപയ്ക്ക് ഷെയർ ഡെലിവർ ആയിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമേഴ്സ് 94 പകരം 139 കോടിയും. അതുപോലെ തന്നെ VDLാണെങ്കിലും കാര്യമായ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 61% ഡെലിവറി ഉണ്ടായിരുന്നു. 74 പകരം 127 കോടിക്ക് ഡെലിവറി ആയിട്ടുണ്ട്. ഹയർ ഡെലിവറി പെർസെന്റേജിൽ ആവറേജ് പ്രൈസ് മുകളിലും അതുപോലെ തന്നെ ഡെലിവറി ടേൺ ഓവറിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഫർദർ ഒരു അപ്പ് മൂവ് കണ്ടിട്ടുണ്ട്. ഇൻഡസ്ട്രി വൈസ് നമ്മൾ മുമ്പ് കണ്ടത് ഇൻഡൈസസ് വൈസ് ഡാറ്റയാണ്. ഇൻഡസ്ട്രി വൈസിൽ ഡെലിവറി പെർസെന്റേജിലും ഡെലിവറി ടേൺ ഓവറിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടായ ഇൻഡസ്ട്രികളുടെ ലിസ്റ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എയറോസ്പേസ് കഴിഞ്ഞ ദിവസം 10.95 കോടിക്കായിരുന്നു ഡെലിവറി ആയത്. ഇന്നത് 35 കോടിക്ക് ഡെലിവറി ആയിട്ടുണ്ട്. അത് ഡെലിവറി പെർസെന്റേജ് കഴിഞ്ഞ ദിവസത്തെ 28% ആണെങ്കിൽ ഇന്ന് 35% ഉണ്ടായിരുന്നു. ഓട്ടോ പാർട്സ് ആൻഡ് എക്യുപ്മെന്റിലാണെങ്കിൽ 108 പകരം 146 കോടി രൂപ ഡെലിവറി ആയി. 23% പകരം 33% ഡെലിവറി ആയിട്ടുണ്ട്. ഓട്ടോ ടയേഴ്സ് ആൻഡ് റബ്ബർ ഇൻഡസ്ട്രീസ് 92 കോടിയാണ് സാധാരണ ഉണ്ടാകുന്നത്. അത് 138 കോടിക്ക് ഡെലിവറി ആയിട്ടുണ്ട്. 16% നിന്ന് 30% ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ TVയിലാണെങ്കിൽ 155 പകരം 199 കോടി രൂപയ്ക്കാണ് ഡെലിവറി ആയിരിക്കുന്നത്. അതിൽ 13% കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഡെലിവറി 14%. അത് 26% ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ 53.78 കോടിക്ക് ഡെലിവർ ആയതിന് പകരം 69 കോടി ഡെലിവർ ആയിട്ടുണ്ട്. 24 നിന്ന് 40% ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ജനറൽ ഇൻഷുറൻസിൽ 23 നിന്ന് 54 കോടി ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. 66% ഉണ്ടായിരുന്നു ഇന്നത്തെ ഡെലിവറി പെർസെന്റേജ്. അതേപോലെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ഓയിലിൽ മേജറായിട്ടും റിലയൻസ് ആണ് അതിനകത്ത് വരുന്നത്. 540 കോടിക്ക് പറയുന്നത് 937 കോടി രൂപയ്ക്ക് ഡെലിവറി നടന്നിട്ടുണ്ട്. 19% സാധാരണ ഡെലിവറി പെർസെന്റേജ്, ഇന്ന് 32% ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാര്യമായ ഇൻഫർമേഷൻ മാർക്കറ്റിനെ കുറിച്ച് തരുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.